ഇന്ന് രാത്രിയിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. കർത്താവായ യേശുവിന്റെ ശ്രേഷ്ഠതയും അവിടുത്തെ സ്നേഹത്തിന്റെ നിസ്തുല്യതയും സംബന്ധിച്ചുള്ള അനുഗ്രഹീതമായ സന്ദേശം നാം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുവാനിരുന്ന ആ വേദഭാഗം മാറ്റിവെച്ചിട്ട് ആ വിഷയത്തെ തുടർന്ന് ഇപ്പോൾ വായിച്ച വേദഭാഗത്തെ അധികരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ചില വസ്തുതകളും അവിടുത്തെ സ്നേഹത്തിന്റെ ശ്രേഷ്ഠതയും ഓർപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ വേദഭാഗം വായിച്ചത്. ഈ വേദഭാഗം പരിചയമില്ലാത്തവരാരും തന്നെ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിപ്പില്ല. വളരെ ചെറുപ്രായത്തിൽ തന്നെ കാണാതെയോ അല്ലാതെയോ പഠിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഉപമയാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വിശ്വപ്രസിദ്ധമായ 3 ഉപമകൾ രേഖപ്പെടുത്തിയിരിക്കുന്നതായി നാം കാണുന്നുണ്ട്. അതിലൊന്നാണ് നാം ഇപ്പോൾ വായിച്ചത്. രണ്ടാമത്തേത് 10 ദ്രഹ്മയുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ 1 ദ്രഹ്മ നഷ്ടപ്പെട്ട ഉപമ. മൂന്നാമത്തേത് 2 മക്കളുണ്ടായിരുന്ന ഒരപ്പന് 1 മകൻ നഷ്ടപ്പെട്ട ഉപമ. അങ്ങനെ നഷ്ടപ്പെട്ട ഒരാട്, നഷ്ടപ്പെട്ട 1 ദ്രഹ്മ, നഷ്ടപ്പെട്ട 1 പുത്രൻ, ഇങ്ങനെ 3 നഷ്ടങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളും ആ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് അവയെ വീണ്ടെടുക്കുന്ന അനുഗ്രഹീതമായ അനുഭവങ്ങളെ സംബന്ധിച്ചുമുള്ള വിവരണങ്ങളാണ് ഈ 3 വാക്യത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രഭാഷണം നാം ശ്രവിക്കുമ്പോൾ അത് വളരെ ലളിതമായിരുന്നു. ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന വിധത്തിൽ വളരെ ലളിതമായ ഉപമകളിലൂടെ നമ്മുടെ കർത്താവ് ആത്മീയമായ മർമ്മം മനുഷ്യനെ പഠിപ്പിക്കുകയുണ്ടായി. യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, മരണം, ഉയർപ്പ് ഇതൊക്കെ പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരിക്കുന്നതുപോലെ തന്നെ യേശുക്രിസ്തു ജനത്തെ എങ്ങനെ പഠിപ്പിക്കുമെന്നതിനെ സംബന്ധിച്ചും തിരുവെഴുത്തിൽ പ്രവചനരൂപേണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഉപമകളിലൂടെ ജനത്തെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രവചനമാണ് നാം അറിയുന്നതുപോലെ 78-ാം സങ്കീർത്തനം 2-ാം വാക്യം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഉപമകളെ പ്രസ്താവിക്കാൻ വായി തുറക്കും, പുരാതന കടങ്കഥകളെ നിങ്ങളോട് അറിയിക്കും. അത് സങ്കീർത്തനക്കാരൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ്. ഈ പ്രവചന ഭാഗത്തെ പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു തന്റെ പരസ്യ ശുശ്രൂഷയിൽ ഉപമകളിലൂടെ ജനത്തോട് സംസാരിച്ചത്, ജനത്തെ പഠിപ്പിച്ചത്. അങ്ങനെ കർത്താവായ യേശു പറഞ്ഞിട്ടുള്ള ഉപമകൾ പ്രസിദ്ധവും പ്രസിദ്ധമല്ലാത്തതുമായ ഉപമകളുണ്ട്. അതിൽ വളരെ പ്രസിദ്ധമായ ഒരു ഉപമയാണ് നഷ്ടപ്പെട്ട ഈ ആടിന്റെ ഉപമ. നഷ്ടപ്പെട്ട ഈ ആടിന്റെ ഉപമയെ സംബന്ധിച്ചുള്ള ധാരാളം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ളവരും വളരെ കേട്ടിട്ടുള്ളവരുമാണ് ഇന്ന് രാത്രിയിൽ എന്റെ മുൻപാകെ ഇരിക്കുന്നത് എന്നെനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഈ രാത്രിയിൽ നഷ്ടപ്പെട്ട ആടിനെ സംബന്ധിച്ചുള്ള ഒരു വിവരണമല്ല തരുവാൻ ആഗ്രഹിക്കുന്നത്. അതും ഇതിനകത്തുണ്ടെങ്കിലും ഈ ആടിനെ അന്വേഷിച്ചു ചെന്ന അനുഗ്രഹീതനായ ഇടയനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഉപമയിൽ 2 കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഒരിടയൻ, രണ്ടാമത് നഷ്ടപ്പെട്ട ഒരാട്. നാം മനസ്സിലാക്കുന്നതുപോലെ ഈ ഇടയൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ട ആട് മനുഷ്യ സമൂഹത്തെ മുഴുവനായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഇടയനായും
മനുഷ്യനെ ആടായും ഉപമിച്ചുകൊണ്ടുള്ള ഈ അനുഗ്രഹീതമായ ഉപമയിൽ വളരെ ആത്മീയ സത്യങ്ങൾ, ആത്മീയ സമ്പുഷ്ടമായിരിക്കുന്ന ആശയങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി നമുക്ക് തന്നിട്ടുണ്ട്. അത് വളരെ ശാന്തമായും ലളിതമായും ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്നോട് തന്നിരിക്കുന്ന സമയത്ത് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിനെ ഇടയൻ എന്ന പേരിൽ വളരെ പ്രധാനമായി ബൈബിളിൽ 3 ഇടങ്ങളിലായി നാം ഇങ്ങനെ കാണുന്നുണ്ട്. വിശേഷാൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ വളരെ പ്രസിദ്ധമായ യേശുവിന്റെ അവകാശവാദം നാം കാണുന്നത് ഞാൻ നല്ല ഇടയനാകുന്നുവെന്നാണ്. അതുപോലെ എബ്രായ ലേഖനം 13-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവായ യേശുവിനെ വലിയ ഇടയൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കൂടാതെ പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ശ്രേഷ്ഠ ഇടയൻ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ നല്ല ഇടയൻ, വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ. നല്ല ഇടയൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് ആടുകൾക്കു വേണ്ടി ജീവനെ വെച്ചുകൊടുത്തതിനാലാണ്. വലിയ ഇടയൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഈ നാടുകളെ പരിപാലിക്കുന്ന പരിപാലനത്തോടുള്ള ബന്ധത്തിലാണ് അവിടുത്തെ വലിയ ഇടയൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ശ്രേഷ്ഠ ഇടയൻ എന്ന് പറഞ്ഞിരിക്കുന്നതോ നാം ഇപ്പോൾ കേട്ടതുപോലെ അനധിവിദൂര ഭാവിയിൽ തന്റെ കൈക്കലെ ആടുകളെ തന്റെ അടുക്കലേക്ക് ചേർക്കാൻ വരുന്ന വ്യക്തി എന്ന നിലയിലാണ് യേശുവിനെ ശ്രേഷ്ഠ ഇടയൻ എന്ന് വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ഇതൊക്കെ വിവരിക്കുവാൻ എന്റെ മുൻപാകെ സമയമില്ലെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് വളരെ വേഗത്തിൽ വെട്ടിച്ചുരുക്കി ചില വസ്തുതകൾ ഈ ഇടയനെ സംബന്ധിച്ച് ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം. നമ്മുടെ കർത്താവായ യേശുവിന് നൽകപ്പെട്ടിരിക്കുന്ന പേരുകൾ എത്ര ശ്രേഷ്ഠമുള്ള നാമങ്ങളാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി യേശുക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്ന നാമങ്ങൾ തന്നെ എടുത്ത് പരിശോധിച്ചാൽ അവിടുന്ന് എത്ര മഹത്വസമ്പൂർണനാണെന്നുള്ള വസ്തുത വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ്. ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറയട്ടെ, ബൈബിളിന്റെ 66 പുസ്തകങ്ങളിലൂടെ നാം ഒന്ന് സഞ്ചരിച്ചാൽ എല്ലാ പുസ്തകങ്ങളിലും ഈ അനുഗ്രഹീതനായ വ്യക്തിവിശേഷത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നതായി ഏതൊരു വേദപഠിതാവിനും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള കർത്താവായ യേശുവിന് നൽകപ്പെട്ടിരിക്കുന്ന പേരുകൾ എത്രയോ വലുതാണ്. ഞാൻ പലപ്പോഴും എന്റെ കണ്ണുകൾ ഈറനണിഞ്ഞുകൊണ്ട് ചിന്തിക്കാറുണ്ട്, ഈ ശ്രേഷ്ഠ സവിശേഷതയുള്ള ഈ വ്യക്തിവിശേഷത്തെ പ്രസംഗിക്കുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നല്ലോ. ഞാനിവിടെ പലവട്ടമായിട്ട് എന്റെ അനുഭവ സാക്ഷ്യം ഓർപ്പിച്ചിട്ടുണ്ട്, ആവർത്തിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയാം. എന്റെ അമ്മ ചെറുപ്രായത്തിൽ എന്റെ അപ്പനോട് ഇങ്ങനെ പറയുമായിരുന്നു, ഇവനെ ഉപദേശിമാരുടെ കൂടെ പറഞ്ഞയക്കണമെന്ന്, ഇവൻ യേശുവിനെ പ്രസംഗിക്കണമെന്ന്. ഞാൻ ഇങ്ങനെ മുറിയിലിരുന്നുകൊണ്ട് പറയും, യേശുവിനെ പ്രസംഗിക്കേണ്ടവരൊക്കെ പോയി പ്രസംഗിച്ചോണം, ഉപദേശിയാകേണ്ടവരൊക്കെ പോയി ഉപദേശിയായിക്കൊള്ളണം, എന്നെ അതിന് കിട്ടുകയില്ല എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഏതൊരു കാര്യത്തിന് എനിക്ക് മനസ്സില്ലാതിരുന്നോ അത് ദൈവം എന്നെ നിർബന്ധിച്ച് എന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. പ്രവാചകനായ യിരെമ്യാവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് മനസ്സില്ലായിരുന്നു, നീ എന്നെ നിർബന്ധിച്ചു. അതാണ് എന്റെ അനുഭവത്തിലൂടെ ഇന്ന് രാത്രിയിൽ എനിക്ക് പറയാനുള്ളത്. തന്നെയല്ല, ഇത് പ്രസംഗിക്കാൻ വേറൊരു അയോഗ്യത എനിക്കുണ്ടായിരുന്നു. ഞാൻ പലയിടത്തും ഒക്കെ പറഞ്ഞു, പലരും കേട്ട് കാണും, ഞാൻ ഭയങ്കര വിക്കുള്ളവനായിരുന്നു. ആ വിക്കെപ്പോഴും ഇല്ലായിരുന്നു, സംസാരിക്കുമ്പോൾ മാത്രം. ആ വിക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത വാക്കിനു വേണ്ടി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുമായിരുന്നു. അടുത്ത വാക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ മേല് കിഴിച്ചാടുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇന്നൊരു വിക്ക്, ആ വിക്ക് ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു, കുമ്പനാട് കൺവെൻഷനിൽ കമ്മിറ്റിക്കാർ ഒന്നിച്ചുകൂടി ആരെ വിളിക്കണമെന്ന് പറയുമ്പോൾ ചാണ്ടപ്പിള്ള ഫിലിപ്പിന്റെ പേര് ഏതെങ്കിലും ഒരു സഹോദരൻ സ്നേഹനിമിത്തം പറഞ്ഞെങ്കിൽ കമ്മിറ്റിക്കാർ തഴയുകയില്ല. അവരിങ്ങനെ പറയും, കൊള്ളാം, നല്ലൊരു സഹോദരനാ, പക്ഷേ അദ്ദേഹം പ്രസംഗിച്ചു തീർന്നു കഴിയുമ്പോഴത്തേക്ക് നേരം വെളുക്കും, നമുക്ക് അദ്ദേഹത്തെ വിളിക്കണ്ട.
എന്നാൽ ഇന്ന് രാത്രി ഞാനൊരു വസ്തുത പറയാം. സ്വർഗത്തിലെ ദൈവം കാലങ്ങൾക്ക് മുൻപ് ഈ പരിശുദ്ധമായ നാമം എന്റെ നാവിലേക്ക് ഇട്ടുതരുവാൻ പ്രസാദിച്ചപ്പോൾ ആ നാവിന്റെ കെട്ടഴിച്ച് ഈ നാമത്തെ പ്രസിദ്ധമാക്കുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുവെന്നുള്ളത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ മധ്യത്തിൽ എല്ലാ സന്തോഷത്തോടും കൂടി ഓർപ്പിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. അത്ര ശ്രേഷ്ഠമായിരിക്കുന്ന നാമം. അങ്ങനെയുള്ള ശ്രേഷ്ഠമായ നാമത്തിൽ ഒരു നാമമാണ് ഇടയൻ എന്നുള്ള നാമം. ആ ഇടയന്റെ 5 പ്രത്യേകതകൾ നാം ഈ വായിച്ച വേദഭാഗത്തുണ്ട്. ഒന്നാമത്, ഈ ഇടയൻ സ്നേഹിക്കുന്ന ഇടയനാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും? കേൾക്കുക, 100 ആടാണ് ഇദ്ദേഹത്തിനുള്ളത്. 99 ആട് ആലയിലുണ്ട്, അതായത് ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. ഒരെണ്ണമേ പോയിട്ടുള്ളൂ. നാം എന്താ വായിക്കുന്നത്? ഓരോ ആടുകൾക്കും ഇടയന്മാര് പേരിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നഷ്ടപ്പെട്ട ആടിന്റെ പേര് വിളിച്ച് ആ ചുറ്റുവട്ടത്ത് നടക്കും. കിട്ടിയില്ലെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ച് ഭവനത്തിലേക്ക് ഇടയന് മടങ്ങി വരാമായിരുന്നു. എന്റെയൊക്കെ ചെറുപ്രായത്തിൽ അമ്മമാര് ധാരാളം കോഴി വളർത്തുമായിരുന്നു. ഇതൊക്കെ ഇന്ന് അന്യം നിന്ന് പോയിരിക്കുക. അന്നൊക്കെ അതൊക്കെ ഒരു വലിയ രസമായിരുന്നു. അങ്ങനെ കോഴി വളർത്തുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ അമ്മ 10ഉം 15ഉം 20ഉം കോഴികളെ വളർത്തും. വൈകുന്നേരമാകുമ്പോൾ ഇതെല്ലാം കോഴിക്കൂട്ടി കയറിയോ എന്നറിയാൻ അമ്മ കോഴിക്കൂടിന്റെ അടുക്ക ചെന്ന് അല്പം കുനിഞ്ഞ് അങ്ങോട്ട് നോക്കും. കോഴിക്കൂടിൽ എണ്ണി നോക്കും, 1, 2. അമ്മയ്ക്കറിയാം ഇതിന്റെ എല്ലാം നിറങ്ങളുമൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ ഒന്നിനെ കാണാതെ വന്നാൽ ഈ അമ്മ എന്ത് ചെയ്യും? കോഴിക്കൂടിന്റെ വാതിൽ അടച്ചിട്ട്, ഇന്നും അന്നും അങ്ങനെയെന്നാ ഞാൻ വിചാരിക്കുന്നത്, കോഴിയൊക്കെ വിളിക്കുന്നത് ഒരു പ്രത്യേക പേരിലാ. ബാ 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 എന്നൊക്കെ വിളിച്ചുകൊണ്ട് അമ്മ ആ വീടിന് ചുറ്റും പറമ്പിന് ചുറ്റും പരിസരങ്ങളിലും ഒക്കെയായിട്ട് നടക്കും. കുറെ നേരം നടന്ന് കണ്ടില്ലെങ്കിൽ എന്റെ അമ്മ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് അടുക്കളയിലേക്ക് വരും. എവിടെങ്കിലും പോയി തൊലയട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ഇടയന് വിചാരിക്കാമായിരുന്നു, 99 കയ്യിലുണ്ട്, 1 നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അതിന്റെ പേര് വിളിച്ചു ചുറ്റുവട്ടത്ത് നടന്നിട്ട് കാണാതെ വന്നപ്പോൾ അത് പോകട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു. എന്നാൽ ഈ ഇടയൻ അത് ചെയ്തില്ല. നാം എന്താണ് ഇവിടെ വായിക്കുന്നത്? കണ്ടെത്തുന്നത് വരെ ഈ ഇടയൻ ഇതിനെ നോക്കി